അന്ന് പെയ്ത മഴയിൽ അവസാന ഭാഗം. രചന സുരഭി മനോജ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ഓഫീസിൽ ചാർജ് എടുത്തതിന് ശേഷം മഹേശ്വരനോട് മനസ്സോടൊന്ന് സംസാരിച്ചിട്ട് കുറെ നാളായും തോന്നിയ റാം പതികൾ നേരത്തെ വീട്ടിലെത്തിയിരുന്നു. വന്നപാട് ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്യാതെ മഹേശ്വരന്റെ റൂമിലേക്ക് നടന്നവൻ. എന്റെ ശില്പ റാമിനെ കൊണ്ട് പേപ്പേഴ്സിൽ ഒപ്പിട്ട് വാങ്ങിക്കുന്നുള്ളത് നിന്നെക്കാൾ എൻ്റെ ആവശ്യമാണ്. പക്ഷെ അതിന് കുറച്ച് സമയം വേണം. നീ പറയുമ്പോൾ അത്ര എളുപ്പമല്ല അവനെ കൊണ്ട് പേപ്പേഴ്സ് ഒപ്പിട്ട് വാങ്ങിക്കാന്നുള്ളത്. എന്തായാലും അവൻ എന്നെ വലിയ വിശ്വാസമാണ് മറ്റാരെക്കാളും. അവനിൽ നിന്ന് രാധികയെ ഞാൻ അകറ്റി. അവൻ്റെ മുന്നിൽ അവനെ ജീവനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന അവൻ്റെ സ്നേഹനിധിയായ ഡാഡിയായി ഞാൻ തകർത്ത് അഭിനയിക്കുന്നുണ്ട്. പക്ഷെ അവൻ അറിയില്ലല്ലോ അവൻ്റെ കഥയിലെ യഥാർത്ഥമില്ല ഞാനാണെന്ന്. സ്വത്തുക്കളെല്ലാം എൻ്റെ പേരിൽ എഴുതി വാങ്ങിയ പിന്നെ തള്ളയും മകനെയും ഞാൻ പെരുവഴിയിലാക്കും. അതുവരെ നമ്മളൊന്ന് ക്ഷമിച്ചേ പറ്റൂ. എല്ലാം എഴുതി വാങ്ങിയ പിന്നെ നമ്മൾ ആഗ്രഹിച്ച പോലെ ആരുടെയും ശല്യമില്ലാതെ നമുക്ക് ജീവിക്കാം. ഫോണിലൂടെ മഹേശ്വർ ശില്പയോട് സംസാരിക്കുന്നെല്ലാം പുറത്തുനിന്ന് റാം കേട്ടിരുന്നു. കേട്ടൊന്നും വിശ്വസിക്കാനാവാതെ റാം തകർന്നുപോയി. താൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്ന, സ്നേഹിച്ചിരുന്ന തന്റെ ഡാഡി ഇത്രയും നാൾ തന്നെ ചതിക്കായിരുന്നെന്ന സത്യം ഉൾക്കൊള്ളാനാവാതെ റാം അങ്ങനെ നിന്നു. എങ്കിലും അവൻ സംയമനം വീണ്ടെടുത്തുകൊണ്ട് മഹേശ്വർ ബാത്റൂമിലേക്ക് പോയപ്പോൾ അയാളുടെ ഫോൺ എടുത്ത് നോക്കി. ശില്പയുമായുള്ള അശ്ലീല ഫോട്ടോസും മെസ്സേജുകളും കണ്ടവൻ തകർന്നു. എല്ലാത്തിലുപരി അവന് രാധികയ്ക്കെതിരെ അവൻ നടത്തിയ ഗൂഢാലോചനയുടെ മെസ്സേജുകൾ അവനെ തകർത്ത് കളഞ്ഞു. തന്നെ അമ്മയും മഹേശ്വർ ചതിക്കാണെന്നറിഞ്ഞ റാമിൽ അയാളോടുള്ള ദേഷ്യം നുരഞ്ഞു പൊന്തി. പെട്ടെന്ന് അവന് രാധികയുടെ മുഖമോർമ്മ വന്നു. എന്നും കുറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ, അകറ്റി നിർത്തിയിട്ടേ ഉള്ളൂ താൻ അമ്മയെ. എന്നിട്ടൊരു പരാതിയും കൂടാതെ തന്നെ സ്നേഹിച്ചുകൊണ്ടിരുന്ന തൻ്റെ അമ്മ. അതെ, ഞാൻ തെറ്റായിരുന്നു. തെറ്റുകളിൽ നിന്ന് തെറ്റിലേക്കായിരുന്നു എൻ്റെ ജീവിതം. അവിടെ എവിടെയായിരുന്നു ശരിയെന്ന് കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല. അന്ന് ആദ്യമായി രാധികയെ ഓർത്ത് റാമിൽ കുറ്റബോധത്തിന്റെ അശ്രുഗണം നിറഞ്ഞു. ഡാഡി ആയിരുന്നില്ല ശരി, എൻ്റെ പാവം അമ്മയായിരുന്നു. പിന്നെ ഒന്നും ചിന്തിക്കാതെ രാധികയുടെ മുറിയിലേക്ക് ഒറ്റ ഓട്ടമായിരുന്നു റാം. കട്ടിലിന്റെ ഒരറ്റത്ത് ചുരുണ്ടുകൂടി കിടന്നുറങ്ങുന്ന അമ്മയെ കണ്ട് അവന്റെ നെഞ്ചി വിങ്ങി. സുഖമായി ഉറങ്ങുന്ന അവരെ കണ്ടപ്പോൾ അവന് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അമ്മേ, പാപിയായി മകനോട് ക്ഷമിക്കണേ അമ്മേ. തെറ്റുപറ്റിപ്പോയി എനിക്ക്. ജനിപ്പിച്ച പിതാവ് തന്നെ സ്വന്തം മകന്റെ തകർച്ച ആഗ്രഹിക്കുന്ന അറിയാതെ പോയൊരു വിഡ്ഢിയായിരുന്നു ഞാൻ. നിങ്ങളെപ്പോലെ ഒരാളുടെ ഭർത്താവായി ജീവിക്കാനുള്ള അർഹത അയാൾക്കോ മകനായി അമ്മയുടെ സ്നേഹം അനുഭവിക്കാനുള്ള യോഗ്യത എനിക്കോ ഇല്ല. രാധികയുടെ ഇരുകാലുകളും കൂട്ടിപ്പിടിച്ച് നിശബ്ദമായി മാപ്പിരുന്നു റാം. റാം വന്നതോ മൗനമായി മാപ്പ് പറഞ്ഞു ഒന്നും അറിയാതെ രാധിക സുഖമായ നിദ്രയിലായിരുന്നു. രാത്രി തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ട് റാമിന് ഉറക്കം വന്നില്ല. കണ്ണടക്കുമ്പോൾ രാധികക്കൊപ്പം ആരുവിന്റെ മുഖവാവിനുള്ളിൽ കടന്നു വന്നു. താൻ ആരണിയോട് തെറ്റ് ചെയ്തെന്നുള്ളിൽ നിന്ന് ആരോ പറയുന്ന പോലെ റാമിന് തോന്നി. ചിന്തകൾ അവന് ചുറ്റും വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവന്റെ ഫോൺ ശബ്ദിക്കുന്നത്. വാട്ട്? മറുവശത്ത് നിന്ന് കേട്ട വാക്കുകളിൽ ഒരു നിമിഷം തറഞ്ഞിരുന്നു പോയി റാം. സർ, കേൾക്കുന്നുണ്ടോ? ഉണ്ട്, ഇടർച്ചയോടെ റാം പറഞ്ഞു. മഴയായിരുന്നാൽ വഴുക്കലുണ്ടായിരുന്നു. കാലുവഴി കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. അതിന് ഓട്ടീസായിരുന്നു സർ. പിന്നെ ആ സമയത്ത് ആരണി ഓഫീസിലായിരുന്നല്ലോ. മറുവശത്ത് നിന്ന് കേൾക്കുന്ന വാക്കുകൾ അവന്റെ കർണപടത്തിലേക്ക് തുളച്ചു കയറി ഹൃദയത്തിൽ നോവ് പടർത്തി. മറുവശത്തുനിന്നും ഫോൺ കെട്ടായിട്ടും ഏറെ നേരെ റാം സ്തബ്ധനായിരുന്നു. നെഞ്ചിലാരോ കത്തി കുത്തിയിറക്കുന്ന പോലെ തോന്നിയവന്. ഓഫീസിലെ സ്റ്റാഫായിരുന്നു വിളിച്ച് ആരുവിന്റെ അനിയത്തി അമ്മാളു കിണറ്റിൽ വീണ് മരിച്ചെന്ന് പറയാൻ. അങ്ങിങ്ങായി തടിച്ചുകൂടി നിൽക്കുന്ന ആളുകളെ വകഞ്ഞു മാറ്റി ചിത്ര ആരുവിന്റെ വീടിനുള്ളിലേക്ക് നടന്നു. കത്തിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്കിന് മുമ്പിൽ അമ്മാളുവിന്റെ ചേതനയേറ്റ ശരീരം കാണെ ചിത്രയിൽ കണ്ണുനീരണപൊട്ടി. അമ്മാളുവിന്റെ അരിയിലായി ചുരുണ്ടുകൂടിയിരിക്കുന്ന ആരുവിനെ കാണെ ചിത്രയുടെ ഉള്ളു പിടഞ്ഞു. കണ്ണുകൾ ചിമ്മാതെ അമ്മാളുവിൽ തന്നെ മിഴികൾ ഊന്നിയിരിക്കുന്ന ആരുവിനെ കാണെ ചിത്ര അവൾക്കടുത്തായി വന്നിരുന്നു. ആ കണ്ണുകളിൽ കണ്ണുനീർ ഉണങ്ങിയ പാടുകളോ ദുഃഖമോ നിഴലിച്ചില്ല. പകരം ഒരു തരം നിർവികാരത തളം കെട്ടി നിൽക്കുന്നു. മോളെ ആരു, എനിക്കൊന്ന് പൊട്ടി കരഞ്ഞൂടേടി. അവളുടെ തോളിൽ പിടിച്ചു കുലുക്കിക്കൊണ്ട് ചിത്ര ചോദിച്ചു. മിണ്ടല്ലേ, എന്റെ അമ്മാളും ഉറങ്ങുക. അവൾ ഉണർത്തണ്ട, ഉറങ്ങിക്കോട്ടെ. ഇന്ന് എന്റെ മാറോട് ചേർത്ത് പിടിച്ച് താരാട്ടുപടിയെ ഞാൻ അവൾ ഉറക്കാറ്. ഇന്നലെ ഞാൻ ചേർത്ത് പിടിക്കാൻ നിന്റെ പിണക്കാ മുഖത്ത്. അതുകൊണ്ടാവും ഞാൻ വിളിച്ചിട്ട് എന്റെ അമ്മാളും ഉണരാത്ത്. അല്ലേ ചിത്തു? അമ്മാളുവിന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി ഓരോന്ന് പറയുന്നവളെ ചിത്ര പേടിയോടെ നോക്കി. കൂടി നിന്ന ഒരാളുടെ അവസ്ഥ കണ്ട് മിഴിനീർ പൊഴിച്ചു. അമ്മാളു പൊന്നുപോളെ. ആദ്യത്തെ മുറിയിൽ നിന്ന് കേശവന്റെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ട് ആരും ഞെട്ടലോടെ അമ്മാളുവിന്റെ മുഖത്തേക്ക് നോക്കി. നമ്മുടെ അച്ഛൻ വിളിക്കുന്നത് കേട്ടില്ലേ മോളെ? എഴുന്നേക്ക്, അച്ഛനെയും ചേച്ചിയും തനിച്ചാകി പോവല്ലേ മോളെ. അമ്മാളുവിന്റെ മുഖത്ത് തുരിതരെ ഉമ്മ കൊടുത്തുകൊണ്ട് ആര്യ അലറി കരഞ്ഞു. ഞാൻ കുറച്ചുകൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ എന്റെ അമ്മാളുവിനെ വിട്ട് പോയില്ലായിരുന്നു. അമ്മാളുവിന്റെ ശരീരത്തിൽ അമർന്നുകൊണ്ട് ആരു അലറി കരഞ്ഞു. ആരു ഇങ്ങനെ കരയില്ലേ? അമ്മാളുവിൽ നിന്ന് ആരുവിനെ ബലമായി മോചിപ്പിച്ചുകൊണ്ട് ചിത്ര അവളെ ആശ്വസിപ്പിച്ചു. എന്റെ പൊന്നു മോളെ. നളിനി ഓടി വന്ന ആരുവിനെ പുണർന്നുകൊണ്ട് കരഞ്ഞു. ചേച്ചി പോയി
എന്റെ മോള് പോയി, എന്നെ തനിച്ചാക്കി പോയി. ആര് നോക്കി പദം പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നവൾ. കണ്ണു നിന്നവർക്കൊക്കെ അത് ഹൃദയഭേദകമായ കാഴ്ച തന്നെയായിരുന്നു. കരയാതെ മോളെ, അമ്മുമോൾക്ക് ആയുസ് ഇത്രയേ ഉള്ളൂ എന്ന് കരുതി മോള് സമാധാനിക്കണം. ആരുവിനെ തന്നിലേക്ക് അണച്ചു പിടിച്ചുകൊണ്ട് നളിനി പറഞ്ഞു. അകത്തെ മുറിയിൽ തന്റെ മകളെ ഓർത്തൊരച്ഛൻ നെഞ്ചുപൊട്ടി കരയുന്നുണ്ടായിരുന്നു. ചെയ്തുപോയ തെറ്റിനെ ഓർത്ത് ഭ്രാന്തി പിടിച്ച അവസ്ഥയിലായിരുന്നു ഇതേ സമയം റാം. തലയിന്ന് ആരു തന്റെ കാല് പിടിച്ച് കരഞ്ഞോർക്കവേ റാമിൽ കുറ്റബോധം നിറഞ്ഞു. തന്നോട് കെഞ്ചി പറഞ്ഞിട്ടും അവളെ വീട്ടിലേക്ക് പറഞ്ഞേക്കാത്ത താൻ എന്തൊരു ദുഷ്ടനാണ്. കണ്ട നാൾ മുതൽ അവളെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ താൻ. തനിക്ക് എങ്ങനെയാണ് ഇത്രയും ക്രൂരനാവാൻ കഴിഞ്ഞെന്ന് ഓർക്കവേ അവനോട് തന്നെ വെറുപ്പ് തോന്നി. അമ്മാളുവിന്റെ ചിതക്ക് ആരു തീ കൊളുത്തുമ്പോൾ അവളുടെ ഉള്ളിലുള്ള സങ്കടത്തിന്റെ അഗ്നി മാളിക്കത്തി. മതിയായോ സാറിന്റെ പകയും പ്രതികാരമൊക്കെ കെട്ടടങ്ങിയോ? ഇല്ലെങ്കിൽ പറഞ്ഞോളൂ, ഒരു പാവം പെണ്ണ എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ ആ വീട്ടിലുണ്ട്. നിങ്ങൾ കാണേണ്ട അവിടെ കണ്ണുനീരായിരുന്നല്ലോ. കണ്ടു, ഞാൻ ആദ്യമായി ഒരു ഭ്രാന്തിയെ പോലെ അലറിക്കരുന്ന എന്റെ ആരുവിനെ. നിങ്ങളോട് കെഞ്ചി പറഞ്ഞല്ലേ സാർ അവള് വിട്ടയക്കാൻ? കേട്ടോ നിങ്ങള്? അവളോടുള്ള നിങ്ങളുടെ പക കാരണം അവൾക്ക് നഷ്ടപ്പെട്ടത് അവള് മകളെ പോലെ സ്നേഹിച്ചിരുന്ന അവളുടെ കൂടെ പിറപ്പിന്റെ ജീവനാ. ഒന്ന് കളഞ്ഞില്ലേ സാർ നിങ്ങൾ എന്റെ ആരുവിനെ? ഇത്രയെങ്കിലും ഞാനിവിടെ ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്റെ ആരുവിനോട് ചെയ്യുന്ന ദ്രോഹാവും. ആരുവിന്റെ അവസ്ഥ കണ്ട് സഹിക്കാനാവാതെ റാമിന്റെ വീട്ടിലേക്ക് വന്നായിരുന്നു ചിത്ര. താൻ ചെയ്തു പോയ തെറ്റിന്റെ ആഴം എത്രത്തോളം വലുതാണെന്ന് റാം ആ നിമിഷം മനസ്സിലാക്കിയായിരുന്നു. ചിത്ര പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ എന്താണ് ഉണ്ടായതെന്ന് ഏകദേശം രാധികൾക്ക് മനസ്സിലായി. എങ്ങനെ തോന്നുന്നു റാം നിനക്ക് ഇത്രയും ക്രൂരനാവാൻ? പണത്തിന്റെയും പദവിയുടെയും ബലത്തിൽ നീയും നിന്റെ ഡാഡിയും ചെയ്തു കൂട്ടുന്ന ക്രൂരതകൾ കണ്ട് എനിക്ക് മടുത്തു. എന്നെങ്കിലും ഒരിക്കൽ നീ മാറും എന്നെ മനസ്സിലാക്കുന്ന ഇത് ഞാൻ കാത്തിരുന്നു. എന്നാൽ നീ നന്നായില്ലെന്ന് മാത്രമല്ല, ഒരു പെൺകുട്ടിയെ നിന്റെ ക്രൂരതകൾക്ക് ഇരയാക്കുകയും ചെയ്തു. ഒരു ജീവൻ പോകാൻ അറിഞ്ഞോ അറിയാതെയോ നീ ഒരു കാരണക്കാരനായില്ലേ? നീ എന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോടാ മഹാഭാവി. കൈകൊണ്ട് തന്നെ നെറ്റിത്തടത്തിൽ അടിച്ചുകൊണ്ട് കരച്ചിലോടെ രാധിക പറഞ്ഞു. എന്നെ വെറുക്കരുതേ അമ്മേ എന്ന് പറയാൻ റാമിന്റെ നാവ് കുതിച്ചെങ്കിലും ഒന്നും മിണ്ടാ തലകുനിച്ച് നിന്നവൻ. താൻ അമ്മയെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ അമ്മ തന്നെ വെറുക്കാനും തുടങ്ങി. വേദനയോടെ റാം രാധികയെ നോക്കി മൗനമായി കേണു. കുറച്ചു കഴിഞ്ഞതും എന്തോ തീരുമാനിച്ചുറപ്പിച്ച് കയ്യിലൊരു വലിയ ബാഗുമായി രാധിക അവനടുത്തേക്ക് വന്നു. ഞാൻ ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങാം, എന്നേക്കുമായി. അന്വേഷിക്കരുത്, ഇനിയൊരു മടക്കി ഇങ്ങോട്ടേക്കില്ല. ഇവിടെ ഇനി നിന്നാ എനിക്ക് ഭ്രാന്ത് പിടിക്കും. അത്രയും പറഞ്ഞ് മുന്നോട്ട് നടക്കാൻ തുടങ്ങിയ രാധികയുടെ കൈകളിൽ റാം മുറുകെ പിടിച്ചു. അമ്മേ, ആർദ്രമായി വിളിച്ചുപോയവൻ. ഇന്നേ വരെ അവന്റെ കണ്ണുകളിൽ കണ്ടിട്ടില്ലാത്ത സ്നേഹസാഗരം ആദ്യമായി അവനിൽ രാധിക കണ്ടു. ഏറെ കൊതിച്ചതാണ് നീ എന്നെ അമ്മയെന്ന് വിളിക്കുന്നത് കേൾക്കാൻ. പക്ഷേ നീ ഇന്ന് അമ്മയെന്ന് വിളിച്ചിട്ടും എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല റാം. ഇന്നെനിക്ക് നിന്റെ കണ്ണിൽ കാണാം എന്നോടുള്ള സ്നേഹം. പക്ഷെ അതിനേക്കാൾ കൂടുതലായി നിസ്സഹായ ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ എന്നെ തളർത്തുന്നു. അമ്മ വിധിച്ച ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ട് എല്ലാം തകർന്നവനെ പോലെ റാം നിന്നു. ദൂരേക്ക് നടന്നകലുന്ന രാധികയോട് ഒരിക്കൽ കൂടി മൗനമായി മാപ്പി ചോദിച്ചവൻ. മോനെ, അവള് പോയല്ലേ? എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു അവള് പോകുന്നെന്ന്. എന്നാലും എന്നെ കൊണ്ട് പോലും സാധിക്കാത്ത എങ്ങനെയാ മോനെ നിനക്ക് സാധിച്ചത്? എന്തായാലും നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അത്യധികം സന്തോഷത്തോടെ റാമിനെ പുറന്നുകൊണ്ട് മഹേശ്വർ ചോദിച്ചു. പെട്ടെന്ന് തന്നെ അയാളെ തന്നിൽ നിന്ന് പിടിച്ചു മാറ്റി ദൂരേക്ക് തള്ളി റാം. പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ അയാൾ അന്താളിച്ച് നിന്നു. എന്റെ തെറ്റുകൾക്കുള്ള ശിക്ഷയാ എന്റെ അമ്മയുടെ പടിയിറക്കം. എന്റെ അമ്മയുടെ വില ഞാൻ അറിയാതെ പോയി. നിങ്ങളെ ഞാൻ അന്ധമായി വിശ്വസിച്ചു, സ്നേഹിച്ചു. അതിനെനിക്കുള്ള ശിക്ഷ നിങ്ങളും നിങ്ങളുടെ കാമുകി എനിക്ക് നൽകി. എന്റെ മുത്തച്ഛൻ എന്റെ പേരിൽ എഴുതി വെച്ചിരിക്കുന്ന ഈ വീട്ടിൽ നിന്നും ഈ നിമിഷം നിങ്ങൾ ഇറങ്ങണം. എന്റെ അമ്മയില്ലാത്ത ഈ വീട്ടില് നിങ്ങളും വേണ്ട. പോയി തന്റെ കാമുകിക്കൊപ്പം പൊറുക്കാൻ നോക്കുതാൻ. റാമിന്റെ പെരുമാറ്റത്തിൽ പകച്ചിരിക്കായിരുന്ന മഹേഷിന് മുമ്പിൽ ആ വീടിന്റെ വാതിൽ എന്നേക്കുമായി കൊട്ടിയടച്ചു റാം. പച്ചക്കട്ട കൊണ്ട് കെട്ടി ആരുവിന്റെ ആ കുഞ്ഞ് ഷീറ്റിട്ട വീട്ടിലേക്ക് നടക്കുമ്പോൾ റാമിന്റെ കാലുകൾ വിറക്കുന്നുണ്ടായിരുന്നു. ആളും അനക്കവും ഇല്ലാതെ അവിടെ നിശബ്ദമായിരുന്നു. വാതിൽ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. വാതിൽ തുറന്നേല അകത്തേക്ക് നടക്കുമ്പോൾ ഇതുവരെ താൻ അനുഭവിച്ചിട്ടില്ലാത്തൊരു ഭയം അവന് വന്ന് പൊതിഞ്ഞു. ചുമരിലായി തൂക്കിയിട്ടിരിക്കുന്ന അമ്മാളുവിന്റെ മാലയിട്ട ഫോട്ടോയിലേക്ക് വേദനയോടെ നോക്കി നിന്നുറാം. അകത്ത മുറിയിൽ നിന്ന് കേൾക്കുന്ന ആരുവിന്റെ തേങ്ങൽ ഒരു വേള തന്റെ ഹൃദയത്തിലാണെന്ന് അവന് തോന്നിപ്പോയി. അവൾ തരുന്ന ഏത് ശിക്ഷയെ ഏറ്റുവാങ്ങാൻ മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ട് അവൻ അവൾക്കടുത്തേക്ക് നടന്നു. അമ്മാളുവിന്റെ പാവയും നെഞ്ചോട് ചേർത്തിരുന്ന് പൊട്ടിക്കരയുന്ന ആരുവിന്റെ ആ ഇരിപ്പ് കാണാൻ ശക്തിയില്ലാതെ അവൻ ആ ചുമരിൽ ചാരി നിന്നു. അവളെ കണ്ട നാൾ മുതലുള്ള കാര്യങ്ങൾ ഒരു കടൽ പോലെ അവനുള്ളിൽ ആർത്തിരമ്പി. ആരു കണ്ണുനീർ പിടിച്ചെടുത്താൻ പാടുപെട്ടുണ്ടാവും വിളിച്ചു. താൻ ഏറെ വെറുക്കുന്ന റാമിന്റെ സ്വരം കാതിലേക്ക് പതിഞ്ഞതും അവൾ ചാടി എഴുന്നേറ്റു. ആ നിമിഷം അവളുടെ കണ്ണുകൾക്ക് ചോര ചുവപ്പായിരുന്നു. മതിയായില്ലേ തനിക്ക്? ആര് തോറ്റു? തന്റെ മുമ്പിലും തോറ്റു. എന്റെ കണ്ണുനീര് കാണാൻ കോയിച്ച് നിങ്ങൾ ജയിച്ചു. സന്തോഷിക്കുക. ഇപ്പോഴുള്ള തന്റെ ഈ വര പോലും എന്റെ ഈ അവസ്ഥ കണ്ട് ചിരിക്കാനല്ലേ? ആരിനെ മരിച്ചു? ഇപ്പോഴുള്ള അവിടെ വെറും ശരീര. ആ ഒരു നേരെ വാക്കുകൾ തൊടുത്തി വിട്ടുകൊണ്ട് അവൾ പറഞ്ഞു. ആരു, മോളെ എന്നോട് ക്ഷമിക്ക്. തെറ്റുപറ്റിപ്പോയി മോളെ.
ആര്യനെ തന്റെ ദേഹത്തേക്ക് അടക്കി പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് റാം പറഞ്ഞു. തൊട്ടുപോലെ തന്നെ വെറുപ്പാനിക്ക് നിങ്ങളോട്, കൊന്നില്ല എന്റെ അമ്മാളുവിനെ. ഞാൻ തന്നോട് പറഞ്ഞാല് എന്നെ ഒന്ന് വിട്ടയക്കാൻ. ഞാൻ പറയുന്ന കേൾക്കാനുള്ള മനസ്സ് താനെന്ന് കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് എന്റെ അമ്മാളും എന്റെ കൂടെ തന്നെ ഉണ്ടാവുമായിരുന്നു. തന്റെ പണത്തിലും പ്രതാപത്തിലും താൻ അന്ധനായിരുന്നു. പണമാണ് എല്ലാന്ന് കരുതി പാവങ്ങളെ ചവിട്ടി അരച്ചു. എനിക്കെന്നെ തെറ്റിന്ന് മനസ്സിലാവുന്നുണ്ട്. ക്ഷമിച്ചുകൂടെ നിനക്ക് എന്നോട്? അവളുടെ കാൽ കീഴി വീണ് പൊട്ടിക്കരഞ്ഞോട് റാം കേണു. ക്ഷമിക്കണല്ലേ? ഞാൻ നിങ്ങളോട് ക്ഷമിക്കണല്ലേ? അകത്ത് മുറിയിൽ ജീവച്ചാൻ പോലെ ഒരു മനുഷ്യൻ കിടപ്പുണ്ട്, എന്റെ അച്ഛൻ. ആ മനുഷ്യൻ തന്നോട് ക്ഷമിച്ചാ ഞാനും ക്ഷമിക്കാം. അത്രയും പറഞ്ഞ് അവനെയും വലിച്ച് കേശവന്റെ മുറിയിലേക്ക് നടന്നു ആരു. കട്ടിലിൽ എല്ലും തോലുമായി കിടക്കുന്ന ആ രൂപത്തെ കണ്ട് റാം ഞെട്ടലോടെ ഒരു നിമിഷം പുറകിലേക്ക് നീങ്ങി. എന്റെ അച്ഛനാ. എന്റെ അമ്മ പോയതിൽ പിന്നെ എന്റെ അച്ഛനായിരുന്നു എനിക്കല്ല. മകള് നഷ്ടപ്പെട്ടിൽ പിന്നെ എന്റെ അച്ഛൻ ഇങ്ങനെയാ. ആരോടും ഒന്നിനോടും മിണ്ടാട്ടല്ല. എന്നോട് പോലും എന്റെ അച്ഛനൊന്നും മിണ്ടിയിട്ട് എത്ര നാളായി നിങ്ങൾക്കറിയോ? ഈ കിടക്കുന്ന മനുഷ്യനെ ക്ഷമിക്കാനാവും നിങ്ങളോട്? ഒരിക്കലുമില്ല. എന്റെ അച്ഛൻ നിങ്ങളോട് ഒരിക്കലും ക്ഷമിക്കില്ല. അതുവരെ താൻ അറിഞ്ഞ ആരണിയായിരുന്നില്ല തന്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് റാമിന് തോന്നി. ഇത്രയൊക്കെ കഷ്ടപ്പാടുകൾക്കിടയിലും തളരാതെ പിടിച്ചിരുന്ന ആരണ്യ എന്ന പെൺകുട്ടി റാമിനുള്ളിൽ ഒരേ സമയം നോവും അത്ഭുതവുമായിരുന്നു. ഇതൊന്നും അറിയാതെ താൻ അവളെ എത്രമാത്രം ദ്രോഹിച്ചിരിക്കുന്നു. അവളുടെ ശരീരത്തിന് പോലും വിലയിട്ടിരിക്കുന്നു. അവളുടെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത പോലും തനിക്കില്ലെന്ന് ആ നിമിഷം അവൻ മനസ്സിലാക്കിയായിരുന്നു. കുറ്റബോധം തോന്നുന്നുണ്ടല്ലേ? ഇതൊന്നുമല്ല തന്നെ കാത്തിരിക്കുന്നത്. ചെയ്തു പോയ തെറ്റുകളോർത്ത് നിങ്ങൾ കുറ്റബോധത്താൽ നീറി ഒടുങ്ങും. ഒരു ഭ്രാന്തനെ പോലെ തെരുവിൽ താൻ അലഞ്ഞടക്കും. കാലത്തിന്റെ കണക്ക് പുസ്തകത്തിൽ തനിക്ക് ഒരിക്കലും മാപ്പില്ലറാം. ആളിപ്പടരുന്ന ആരുവിന്റെ ശാപവാക്കിൽ വെന്തുരികറാം. ദിവസങ്ങൾ കടന്നുപോകെ ഒരു ഭ്രാന്തനെ പോലെ തന്നെയായിരുന്നു റാമിന്റെ പെരുമാറ്റവും ചെയ്തികളുമെല്ലാം. ഓഫീസ് കാര്യങ്ങളെല്ലാം രേവതി ഏൽപ്പിച്ച് ആ വലിയ വീട്ടിൽ ഒറ്റക്കായി റാം. ആരുവിന്റെ പേരും പറഞ്ഞ് റാം ആർത്ത് കരഞ്ഞു. സ്വസ്ഥമായി ഉറങ്ങാൻ അവനെന്നും മധ്യത്തിൽ അഭയം കണ്ടെത്തി. കുറ്റബോധത്തെക്കാൾ ഉപരി ആരു എന്നത് റാമിന്റെ നെഞ്ചിലെ നെരിപ്പോടായി മാറി തുടങ്ങിയിരുന്നു. ആരുവിനെന്നും കാവലായി അവളുടെ വീടിന്റെ പടിവാതിൽ അവനുണ്ടായിരുന്നു. അമ്മാൾ ഉറങ്ങുന്ന മണ്ണിൽ പോയി പലപ്പോഴും ചെയ്തു പോയ തെറ്റുകൾക്ക് അവൻ മാപ്പിരുന്നു. ആരുവിനെ ഓർത്ത് കരയാത്ത ഒരു ദിവസം പോലും റാമിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ആരു എന്ന് തന്റെ ഉള്ളിലെ നിലക്കാത്ത പ്രണയമാണെന്ന് അവനിന്ന് തിരിച്ചറിയാം. പലപ്പോഴും അവളോട് ചെയ്തു കൂട്ടിയ ക്രൂരതകളൊക്കെയും വെറുമൊരു സ്വപ്നമായിരുന്നെങ്കിലും അവൻ ആശിച്ചു പോയി. 2 വർഷം കഴിയാതെ KK ഗ്രൂപ്പിലും തനിക്ക് പിരിഞ്ഞു പോകാനാവില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ആരു വീണ്ടും ചോദിക്കുവാൻ തീരുമാനിച്ചു. തന്റെ വീടിന്റെ മാർബിൾ പാകിയ ബാൽക്കണിയിൽ വെറും നിലത്തിടക്കായിരുന്നു റാം. മനസ്സ് മുഴുവൻ ആരുവിലാണ്. അവളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്ന് തനിക്കിനി മോചനമില്ലെന്ന് റാമിനറിയാം. മുന്നിൽ രേവതിയുടെ സാന്നിധ്യം അറിഞ്ഞിട്ടും അവൻ അങ്ങനെ തന്നെ കിടന്നു. താൻ വന്നിട്ടൊന്നും നോക്കുകൂടി ചെയ്യാതെ കിടക്കുന്ന റാമിനെ കണ്ട് രേവതിക്ക് ദേഷ്യം വന്നു. നിനക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം പറയട്ടെ റാം? റാമിനെ ഉറ്റുനോക്കിയിട്ട് അവൾ ചോദിച്ചു. അലസമായ അവളിലേക്ക് നോട്ടമെറിഞ്ഞു റാം. നിന്റെ ആരും ഇന്ന് മുതൽ ജോലിക്ക് വീണ്ടും വന്നു തുടങ്ങി. സത്യമാണോ രേവതി? ലോകം പിടിച്ചെടുത്ത സന്തോഷത്തോടെ ചാടി എഴുന്നേറ്റുകൊണ്ട് റാം ചോദിച്ചു. സത്യം. പക്ഷെ റാം, നീ അതിന് അവൾക്കായിട്ട് ഇങ്ങനെ നേർന്ന്? അതിന് മാത്രം അവൾ നിന്റെ ആരാ? ദേഷ്യത്തോടെ രേവതി ചോദിച്ചു. ഇനിയും നിനക്കത് മനസ്സിലാകില്ലേ രേവതി? ഈ റാമിന്റെ സന്തോഷം, എന്റെ ഉള്ളിലെ നിലക്കാത്ത ശ്വാസം, ഇതെല്ലാമാണ് എന്റെ ആരു. പ്രണയപൂർവ്വം അവളെ ഓർത്ത് പറഞ്ഞവൻ. അപ്പൊ ഞാനോ? ഞാൻ നിന്റെ ആരാണ് റാം? റാമിന്റെ ഷർട്ടിൽ പിടിമുറുക്കി കൂടി രേവതി ചോദിച്ചു. നിന്നോട് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ രേവതി എനിക്ക് നിന്നോട് പ്രേമാണെന്ന്? എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളവന്മാർക്കൊക്കെ ഞാൻ എന്റെ കിടപ്പറയുടെ വാതിൽ തുറന്നു കൊടുത്തിട്ടുള്ളൂ. എന്റെ മനസ്സിന്റെ വാതിൽ തുറന്നു കൊടുത്തിട്ടില്ല. അതാദ്യമായി ഞാൻ തുറന്നു കൊടുത്തത് എന്റെ ആരുവിന് മാത്രമാണ്. പിന്നെ നിനക്ക് എന്നോടുള്ള പരിശുദ്ധ പ്രേമം എന്നുള്ളത് എനിക്കറിയാം. നീ മോഹിച്ച എന്റെ ശരീരത്തെ ആയിരുന്നു, ഞാൻ മോഹിച്ച നിന്റെ ശരീരത്തെയും. എന്റെ ജീവിതത്തിൽ പറ്റിയ തെറ്റായിരുന്നു അതല്ല. അതൊക്കെ മറന്ന് എന്റെ ആരുവിനൊപ്പം പുതിയ ജീവിതം തുടങ്ങാൻ ആഗ്രഹിക്കാൻ ഞാൻ. ഇനി എന്റെ ആരുവിന്റെ ഇടയിൽ ഒരു തടസ്സമായി നീ കടന്നു വരരുത്. എന്റെ ആരുമില്ലാതെ എനിക്കൊരു നിമിഷം പോലും പറ്റില്ല. അവളോട് ചെയ്തു പോയ തെറ്റൊക്കെ അവളെ ഭ്രാന്തമായി സ്നേഹിച്ചു ഞാൻ തിരുത്തും. റാമിന്റെ ഉള്ളിൽ ആരു എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയായിരുന്നു രേവതി. നാളുകൾക്ക് ശേഷം വീണ്ടും ആരുവിനെ ഓഫീസിൽ കാണാൻ പോകുന്നതിന്റെ സന്തോഷത്തിൽ റാം ഓഫീസിലേക്ക് പാഞ്ഞു. ചിത്രയോട് എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്ന ആരുവിനെ റാം പ്രേമത്തോടെ നോക്കിയിരുന്നു. പഴയതിനേക്കാൾ കോലം കെട്ടുപോയിരിക്കുന്ന തന്റെ ആരു. ആകെ മെലിഞ്ഞ് കണ്ണുകളിൽ കറുപ്പ് വളർന്ന് വല്ലാത്തൊരു കോലത്തിലിരിക്കുന്ന ആരുവിനെ കണ്ട റാം വീണ്ടും കുറ്റബോധത്തിന്റെ തീച്ചൂളയിൽ വെന്ത് നേറി. ആരു മോളെ. അവളുടെ മുന്നിലായി മുട്ടുത്തിരുന്ന് തന്റെ കൈകൾ അവളുടെ കവിളിലായി ചേർത്ത് വെച്ചവൻ. പെട്ടെന്നുള്ള അവന്റെ ആ പ്രവൃത്തിയിൽ അവളുടെ ശരീരം ഒന്ന് വിറച്ചു. അവന്റെ കൈകൾ തട്ടിമാറ്റി പകയിരുന്ന കണ്ണുകളോടെ അവനെ നോക്കിയിരുന്നവൾ. ആരു, നീയില്ലാതെ, നിന്നെയൊന്ന് കാണാതെ ഉരുകിയാ മോളെ ഞാൻ ജീവിച്ച്. അത്രത്തോളം നിന്നെ ഞാനിപ്പോൾ സ്നേഹിക്കുന്നുണ്ട്. റാമിന് ഇത്തരം ഭാവങ്ങൾ എല്ലാ സ്റ്റാഫിനും അന്യമായിരുന്നു. എന്നാൽ ആരുവിൽ മാത്രം വലിയ ഭാഭേദമൊന്നും ഉണ്ടായില്ല. എന്ന് രാത്രി തന്നെ വീടിന് പുറത്ത് തനിക്ക് കാവലായി കിടക്കുന്നവനെ കണ്ട് ആദ്യമൊക്കെ പകച്ചു പോയിരുന്നു. പിന്നെ അത് തനിക്ക് തന്നെ ഒരു വിരോധാഭാസമായി തോന്നി തുടങ്ങി.
ഒരിക്കലും എന്റെ മാനത്തിന് വില പറഞ്ഞവൻ തന്നെ തനിക്ക് കാവലിരിക്കുന്നു. പുച്ഛത്തോടെ റാമിനെ നോക്കിയെന്നു ആരു ഞാനിന്ന് ആ പഴയ റാമല്ല. സ്വന്തം അച്ഛൻ തന്നെ തള്ളിക്കെടുത്ത് നശിപ്പിച്ച ഒരു ജീവിതമായിരുന്നു ഇതുവരെ എൻ്റേത്. എന്നാൽ ഇന്ന് ഞാൻ എൻ്റെ ആ കുത്തൊഴിഞ്ഞ ജീവിതത്തെ മറക്കാൻ ശ്രമിക്കുക, തിരുത്താൻ ശ്രമിക്കുക. നിന്നോടൊപ്പം പുതിയൊരു ജീവിതം തുടങ്ങാൻ എനിക്കൊരു അവസരം തന്നൂടെ ആരു? ദയനീയമായി അവൾ നോക്കി റാം ചോദിച്ചു. അയ്യോ, കെ ഗ്രൂപ്പിന്റെ അധിപനായ റാമേശ്വറിന് അഷ്ടിക്ക് വകയില്ലാത്ത, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ കാൽക്കാശിന് ഗതിയില്ലാത്ത ആരണ്യകേശവരോട് എന്ന് തുടങ്ങി ഈ ദിവ്യപ്രേമം? പരിഹാസത്തോടെ അവർ നേരെ ചോദ്യങ്ങൾ നെയ്തു വിട്ടു ആരു. അറിഞ്ഞോ അറിയാതെ എൻ്റെ അമ്മാളും മരിക്കാൻ കാരണക്കാരൻ നിങ്ങൾ കൂടിയാ. കണ്ണടച്ചാ ചേച്ചിയെ രക്ഷിക്കുന്ന എൻ്റെ അമ്മാളും കരഞ്ഞു പറയുന്ന പോലെ എനിക്ക് തോന്നും. നീതി പോലെ ഞാൻ കൊണ്ടുവരുന്ന എൻ്റെ കുഞ്ഞിനെയാ നിങ്ങളുടെ പിടിവാശിയാണ് എനിക്ക് നഷ്ടമായത്. ആരുവിന്റെ വാക്കുകൾ കേട്ട് തലകുനിച്ച് നിൽക്കാനല്ലാതെ മറ്റൊന്നിന് റാമിന് കഴിഞ്ഞില്ല. പ്രണയവും പ്രതികാരവും തമ്മിൽ ഏറ്റുമുട്ടുന്നത് കാണേണ്ടി വന്നു അവിടെ കൂടി നിന്നവർക്ക്. ചെയ്ത തെറ്റുകൾ ഓർത്ത് നേറിയ ഞാൻ ജീവിക്കുന്നത്. എൻ്റെ അമ്മ എന്നെ വിട്ടുപോയി. ഇനിയും ഇങ്ങനെ ശിക്ഷിക്കണം ആരും നിനക്കെന്നെ. നീയല്ലാതെ വേറെ ആരുമില്ല എനിക്ക്. വേദനയോടെ റാം പറഞ്ഞു. നിങ്ങൾ എന്താ അനുഭവിച്ചു റാം? ഒന്നും അനുഭവിച്ചിട്ടില്ല. ഞാൻ അനുഭവിച്ചതിന്റെ 4/1 ഭാഗം പോലും നിങ്ങൾ അനുഭവിച്ചിട്ടില്ല. എന്റെ മരണം കൊണ്ടാലും നിങ്ങൾക്ക് മാപ്പിന് എനിക്കാവില്ല റാം. അത്രയും പറഞ്ഞ് അവനെ കടന്ന് നടന്നു നീങ്ങിയവൾ. കരഞ്ഞു ഇറങ്ങിക്കിടക്കുന്ന റാമിന്റെ കണ്ണുകൾ കണ്ട് രേവതി പുച്ഛത്തോടെ ചിരിച്ചു. നിനക്ക് നാണില്ലേ റാം, അവളെ പോലെ ഒരു തേർഡ് റേറ്റിനെ പുറകെ ഇങ്ങനെ വാലാട്ടി നടക്കാൻ? ആരുവിന്റെ വാക്കുകളോർത്ത് നെഞ്ചേറി കരയുന്ന റാമിനെ നോക്കി രേവതി ദേഷ്യത്തോടെ ചോദിച്ചു. എന്തു പറഞ്ഞിടി നീ? നിനക്ക് എന്ത് യോഗ്യതയുണ്ടടി അവളെ പറയാം? കണ്ണീ കണ്ടവന്മാർക്കൊപ്പം അഴിഞ്ഞാടി നടക്കുന്ന നിന്നെക്കാൾ മാത്രമുണ്ടടി എന്റെ ആരുവിന്. നിന്റെ വാക്കിട്ട് ഞാൻ അവൾ ഒത്തിരി ദ്രോഹിച്ചിട്ടുണ്ട്. നീ പറഞ്ഞില്ലേ ഞാൻ അവിടെ പുറകെ വാലാട്ടി നടക്കുന്ന പട്ടിയാണെന്ന്? സത്യത്തിൽ അവിടെ പുറകെ വാലാട്ടി നടക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല. ഇന്നത്തോടെ നിർത്തിക്കണം നിന്റെ അവിടുത്തെ ജോലി. വീണ്ടും വീണ്ടും എന്റെ ആരുവിനെ ദ്രോഹിക്കാനായിട്ട് നീ ഇങ്ങോട്ട് കെട്ടിയെടുക്കണമെന്നില്ല. ഒരു മയം കൂടാരാം രേവതിയെ നോക്കി പറഞ്ഞു. ആരു, നീ ഓക്കെ അല്ലേ? അസ്വസ്ഥതയോടെ തന്നെ നെറ്റിൽ ഇടയ്ക്കിടെ ഒഴിയുന്ന അവളെ നോക്കി ചിത്ര ചോദിച്ചു. റാമിന് നല്ല കുറ്റബോധം ഉണ്ടാരും. അവന് വേണ്ടി സംസാരിക്കാൻ തുടങ്ങിയ ചിത്രയെ ആരു തന്റെ കൈകൾ വെച്ച് തടഞ്ഞു. ചിത്തു, നമുക്കിടയിൽ അയാൾ കടന്നു വരേണ്ട, അതെനിക്ക് ഇഷ്ടമല്ല. പിന്നീടൊന്നും അവളോട് പറയാൻ ചിത്രയ്ക്ക് തോന്നിയില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ ആരുവിനെ കാണാനും സംസാരിക്കാനുമായി റാം ഇടയ്ക്കിടയ്ക്ക് അവന്റെ ക്യാബിന് വിളിപ്പിച്ചിരുന്നു. പ്രണയപൂർവ്വം തന്നെ നോക്കുന്ന അവന്റെ മിഴികൾ അവളെ വല്ലാതെ വീർപ്പ് മുട്ടിച്ചു. പതിവ് പോലെ ചെയ്തു തീർക്കാൻ ഏൽപ്പിച്ച ഫയൽ അവന്റെ ടേബിൾ വെച്ച് തിരിഞ്ഞടക്കാൻ ഒരുങ്ങിയ അവളെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു റാം. അവന്റെ ചുടുനിശ്വാസം കഴുത്തിലേക്ക് പതിച്ചതും അവൾ പൊള്ളിപ്പിടഞ്ഞു പോയി. ഒന്നുകൂടി അവളെ തന്റെ ശരീരത്തിലേക്ക് ചേർക്കുകയും സാരിക്കിടയിലൂടെ അവന്റെ കൈകൾ അവളുടെ വയറിൽ പതിയുകയും ചെയ്തു. കൈയെടുക്ക് സർ, കൂടെ കിടത്താനാണെങ്കിൽ വേറെ ആളെ നോക്ക്, എന്നെ അതിന് കിട്ടില്ല. അവളിൽ നിന്ന് ബലമായി ചാടിപ്പടഞ്ഞ് എഴുന്നേറ്റുകൊണ്ട് കത്തുന്ന കണ്ണോട് അവൾ പറഞ്ഞു. കൂടെ പൊറുപ്പിക്കാൻ തന്നെയാണ് തീരുമാനമെങ്കിലോ ജീവിതകാലം മുഴുവൻ. കുസൃതി ചിരിയോട് അവൾ നോക്കി പറഞ്ഞവൻ. നീ എന്തൊക്കെ പറഞ്ഞ് എന്നിൽ നിന്ന് അകലാൻ ശ്രമിച്ചാലും നിന്നിലേക്ക് ഞാൻ അടുത്തുകൊണ്ടേയിരിക്കും ആരു. എന്നിൽ നിന്ന് ഒരിക്കലും അകലാമെന്ന് നീ കരുതരുത്. അകലും തോറും നിന്നിലേക്ക് ഞാൻ ആളിപ്പടരുക തന്നെ ചെയ്യും. ആളിപ്പടരാൻ വേറെ ശരീരങ്ങൾ തേടിപ്പോയവനാണല്ലോ നിങ്ങൾ. ഇനിയും നിങ്ങൾക്ക് അതിന് കഴിയും. എന്നെ വെറുതെ വിട്ടേക്ക്. ദേഷ്യത്താൽ വിറച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞവൾ. ശരിയാ, ഒരുപാട് സ്ത്രീകൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഒരു പെണ്ണും മനസ്സുകൊണ്ട് എന്നെ കീഴടക്കിയിട്ടില്ല. മനസ്സുകൊണ്ട് എന്നെ കീഴടക്കിയ, സ്പർശിച്ച ഒരു പെണ്ണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അതെൻ്റെ ആരണിയാണ്. ആൾ നോക്കി സൈറ്റ് അടിച്ചുകൊണ്ട് റാം പറഞ്ഞു. പിന്നീടൊന്നും പറഞ്ഞ് അവരോട് തർക്കിക്കാൻ നിൽക്കാതെ ആരു ദേഷ്യത്തിൽ പുറത്തേക്ക് പോയി. എന്നെ ഇപ്പോൾ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രാണവായുവാണ് ആരു നീ. ആൾ പോയ വഴിയെ നോക്കി പ്രണയത്തോടെ മൊഴിഞ്ഞവൻ. പലപ്പോഴായി ആരും അറിയാതെ എടുത്ത അവളുടെ ഫോട്ടോസിലേക്ക് പ്രണയത്തോടെ നോക്കിയവൻ. ക്ഷമിച്ചൂടെ ആരു, തെറ്റുപറ്റിപ്പോയി പെണ്ണേ. ആളുടെ ഫോട്ടോയിലേക്ക് നോക്കി ചോദിക്കുമ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പതിപോലെ തന്നെ വീടിന്റെ പടിവാതിലിന്റെ ഓരത്തായി ചുരുണ്ടുകൂടി കിടക്കുന്ന റാമിനകത്തു നിന്ന് നോക്കിയിരുന്നു ആരു. പുറത്തു നല്ല മഞ്ഞുള്ളത് കൊണ്ട് തന്നെ അവന് നന്നായി വിറക്കാൻ തുടങ്ങി. അവൻ വിറക്കുന്നുണ്ട് അവളിൽ സഹതാപം തോന്നി. ദേ, ഇത് പോച്ചോളും, നല്ല മഞ്ഞ. അവന് നേരെ പുതപ്പ് നീട്ടിക്കൊണ്ട് ആരും പറഞ്ഞു. ആദ്യമായി കാണുന്ന അവളുടെ കണ്ണുകളിലെ കരുണയിൽ ഒരു നിമിഷം അവൻ കണ്ണിമച്ചിമാതെ നോക്കി നിന്നു. അപ്പോഴും ആ മുഖത്ത് ഗൗരവം തന്നെയാണെന്ന് അവൻ ഓർത്തു. അവൾ നീട്ടിയ പുതപ്പ് വാങ്ങി തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു റാം. നിങ്ങൾ എത്ര ദിവസം എനിക്ക് വേണ്ടി കാവലെടുക്കും റാം? ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്ന കരുതിയാണ് നിങ്ങളിതൊക്കെ ചെയ്യുന്നെങ്കിൽ അത് വെറുതെയാണ് റാം. ഇരുട്ടിലേക്ക് മിഴികൾ പതിപ്പിച്ചുകൊണ്ട് ആരും പറഞ്ഞു. അവളുടെ വാക്കുകൾ കേട്ട് റാം ഒന്ന് ചിരിച്ചു. മരണം എന്ന് എന്നെ വന്ന് പുൽകുന്നുവോ അന്നുവരെ നിനക്കായി ഞാൻ കാവുണ്ടാവും ആരു. ചെയ്തുപോയ തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തം മാത്രമല്ല, നിന്നോടുള്ള പ്രണയം കൊണ്ട് കൂടിയാ ഞാനിതൊക്കെ ചെയ്യുന്നത്. ആരു പോയി കിടന്നോളൂ, അധികം മഞ്ഞുള്ളണ്ട. അത്രയും പറഞ്ഞ് അവൾ കൊടുത്ത പുതപ്പ് തന്നെ ദേഹത്തേക്ക് വലിച്ചുകൊണ്ട് റാമും കിടന്നു. അവനെ കുറച്ച് സമയം നോക്കി നിന്നിട്ട് ആരും അകത്തേക്ക് പോയി. ഇതെന്താണ് സർ? തന്റെ കയ്യിലിരിക്കുന്ന പേപ്പേഴ്സ് അവർ നേരെ വലിച്ചെറിഞ്ഞുകൊണ്ട് അവൾ ചീറി. അവൾ വലിച്ചെറിഞ്ഞ പേപ്പേഴ്സ് കയ്യിലെടുത്തുകൊണ്ട് റാം അവളെയും നോക്കി. പെട്ടെന്ന് തന്നെ അവന്റെ മുഖത്ത് പതർച്ച നിറഞ്ഞു. അത് പിന്നെ ആരും ഞാൻ വാക്കുകൾക്കായി റാം പരതാൻ തുടങ്ങി.
നിങ്ങൾക്ക് പണം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചാൽ മതി. പണത്തിന്റെ ഹുങ്കി എന്നോട് കാണിക്കരുത്. എന്റെ പേരിൽ പുതിയ വീട് വാങ്ങാൻ 50 ലക്ഷം രൂപ എന്റെ പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യാൻ മാത്രം ഞാൻ നിങ്ങളുടെ ആരാ? അവനെ പ്രതിരോധത്തിലായിക്കൊണ്ട് ആരും പൊട്ടിത്തെറിച്ചു. നിങ്ങളുടെ പണവും സ്വാധീനം ഉപയോഗിച്ച് എന്നെ വിലക്ക് വാങ്ങാന്ന് കരുതരുത്. ഞാൻ എന്റെ അവകാശം നിങ്ങൾക്ക് എഴുതി തന്നിട്ടില്ല. മേലിൽ ഇത്തരം പ്രഹസനങ്ങൾ കൊണ്ട് എന്റെ അടുത്തേക്ക് വന്നേക്കരുത്. അവന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. അവളുടെ വാക്കുകൾ കേട്ട് റാമിന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അരു, നീ എന്റെ സ്വന്തം കരുതിയോണ്ടല്ലേ ഞാനിതൊക്കെ ചെയ്യുന്നത്. അവളുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് അവൻ പറഞ്ഞു. പെട്ടെന്ന് തന്നെ അവൾ അവന്റെ കൈകൾ തട്ടിയെറിഞ്ഞു. തൊടയിൽ തന്നെ നിങ്ങൾ പറഞ്ഞില്ലേ എനിക്ക് നിങ്ങളോട് വെറുപ്പാണെന്ന്, അറപ്പാണെന്ന്. എന്നിട്ട് എന്തിനാ എന്നിങ്ങനെ വിടാതെ പിന്തുടരുന്ന്? അല്ലെങ്കിൽ കൈവിട്ട് പോയൊരു മനസ്സാ എനിക്കുള്ളു. അതിന് കുറച്ചുകൂടി നിങ്ങൾ ആളി കത്തിക്കാൻ നോക്കരുത്. അത്രയും പറഞ്ഞ് ഡോറ് ശക്തിയിൽ വലിച്ചടച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് നടന്നു. അവളുടെ പോക്ക് നോക്കുന്ന റാമിൽ വീണ്ടും ദുഃഖം അണപൊട്ടി ഒഴുകാൻ തുടങ്ങി. എന്നോട് ക്ഷമിക്കണം അച്ഛാ. ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തൊക്കെയാണെന്ന ഭാവമായിരുന്നു എനിക്ക്. ആരുവിനെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു. അറിഞ്ഞോ അറിയാതെയോ അമ്മാളുവിൻ്റെ മരണത്തിന് ഞാനൊരു കാരണക്കാരനായി. പക്ഷേ ഇന്ന് എൻ്റെ തെറ്റുകൾ ഓർത്ത് മറ്റാരെക്കാളും കൂടുതൽ ഞാൻ നീറുന്നുണ്ട്. കുറ്റബോധം കൊണ്ട് ഞാനൊരു അന്ധനായി മാറുകയാണ്. ദ്രോഹിച്ചതിനൊക്കെ ഒരു ആയുസ് മുഴുവൻ അവളെ സ്നേഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ തെറ്റുകൾ തിരുത്തിക്കൊള്ളാം. അവളെ എനിക്ക് തന്നൂടെ അച്ഛാ. കേശന് മുമ്പിൽ മുഖം പൊത്തി പൊട്ടിക്കരയുകയാണ് റാം. അവന്റെ കരച്ചിൽ ചീളുകൾ കാതിലേക്ക് പതിക്കുന്തോറും അയാളിലെ വിദ്വേഷത്തിന് മഞ്ഞുരുകിത്തീരുകയായിരുന്നു. നമ്മൾ തമ്മിലുള്ള ആ പഴയ കണക്ക് ഇന്നിവിടെ തീരുന്നു സർ. മേശമേൽ കൊണ്ടുവച്ച മൊബൈൽ ഫോൺ നോക്കി വിജയ് ഭാഗത്തിൽ പറഞ്ഞു ആരും. ഇതിനു വേണ്ടിയല്ലേ സാറിന്റെ ശരീരത്തിന് പോലും ഒന്ന് വിലയിട്ടത്. സാറിന്റെ ആ പഴയ ഫോണിനേക്കാൾ വിലയുണ്ട് ഇതിന്. പുച്ഛത്തോടെ അവളിലേക്ക് നോട്ടമെറിഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. പഴയ കാര്യങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് എന്നെ വിഷമിപ്പിച്ച മതിയായില്ല ആരും നിനക്ക്. നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് റാം ചോദിച്ചു. കണക്കൊക്കെ കണക്കായി തന്നെ ഇരിക്കട്ടെ സർ. പുച്ഛത്തോടെ അവനെ നോക്കി അവളും പറഞ്ഞു. തന്റെ അടുത്തേക്ക് നടന്നു വരുന്ന റാമിനെ കണ്ട് ആരും പുറകിലേക്ക് നീങ്ങി. ശേഷം ചുമരിലായി തട്ടി നിന്നവൾ. റാം അവളെ തന്റെ കൈകൊണ്ട് ലോക്ക് ചെയ്ത് നിർത്തി. അവന്റെ കണ്ണുകളിലെ ദേഷ്യം കണ്ട ഒരു നിമിഷം അവളൊന്ന് പകച്ചെങ്കിലും പെട്ടെന്ന് കിട്ടിയ ധൈര്യത്തിൽ അവനെ തള്ളി മാറ്റാൻ അവളൊരു പാഴ്ശ്രമം നടത്തി. അവളെ തന്നിലേക്ക് വീണ്ടും വലിച്ചടുപ്പിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിലേക്ക് അവന്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ചു. അവളുടെ എതിർപ്പുകൾ കാര്യമാക്കാതെ അവൻ അനുഭവിക്കുന്ന സങ്കടങ്ങളും അവളോടുള്ള അടങ്ങാത്ത പ്രണയവും അവളുടെ ആദരങ്ങളിൽ അവൻ പകർന്നു നൽകി. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോൾ അവളിൽ നിന്ന് അവൻ അകന്നു മാറി. കത്തുന്ന കണ്ണുകളോട് ആരും അവനെ നോക്കി നിന്നു. ഇനി ഇതുപോലെ എന്നുള്ള കണക്കുകൾ തീർക്കാൻ നീ ശ്രമിച്ച നിന്നിൽ ഞാനൊരു ചുംബനമായി അലിയുമെന്ന് നീയും ഓർത്തോ? ആള് നോക്കൂ ശ്രുതി ചിരിയോടെ പറഞ്ഞുകൊണ്ട് റാം നടന്നു നീങ്ങി. അച്ഛൻ രാവിലെ മുതലൊന്നും കഴിച്ചില്ലെന്ന് അളിഞ്ഞ ചേച്ചി പറഞ്ഞല്ലോ, എന്തുപറ്റി അച്ഛന്? അയാൾക്കടുത്തായിരുന്നുകൊണ്ട് വ്യാകുലതയോട് ആരും ചോദിച്ചു. മോളെ, അച്ഛന് നിന്നെ കുറിച്ച് ഓർത്ത് നല്ല പേടിയുണ്ട്. എൻ്റെ കാലം കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ആരുമില്ല. തെറ്റുപറ്റാത്തവരായിട്ട് ആരുമില്ല മോളെ. അമ്മാളുവിന് അത്രയേ ആയുസുള്ളെന്ന് നമുക്ക് കരുതാം. റാം നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ചെയ്തു പോയ തെറ്റുകൾ ഓർത്ത് അയാളെ നീറുന്നുണ്ട്. ക്ഷമിച്ചൂടെ മോളെ നിനക്ക് അവനോട്? പ്രതീക്ഷയോട് ആരുവിൽ നോക്കി അയാൾ ചോദിച്ചു. പലപ്പോഴും അയാളോട് സാധാരണ തോന്നാറുണ്ട് അച്ഛ, സ്നേഹം തോന്നാറുണ്ട്. പക്ഷെ അപ്പോഴേക്കും എൻ്റെ അമ്മാളുവിൻ്റെ മുഖം മനസ്സിലേക്ക് വരും. ഒരിറ്റു ശ്വാസനെ എൻ്റെ കുഞ്ഞ് പിടഞ്ഞു തോർക്കുമ്പോൾ എന്നെ നെഞ്ച് പിടയോ അച്ഛ. അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാ അച്ഛ അയാളോട് ക്ഷമിക്കുന്നത്? ആളുടെ വാക്കുകൾ കേട്ട് നിരാശയോടെ അയാൾ തലകുനിച്ചു. അച്ഛനിപ്പോൾ അതൊന്നോർത്ത് ടെൻഷനാവണ്ട. എനിക്ക് അച്ഛനും ഞാനും മാത്രം മതി. അച്ഛനെ സമാധാനിപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി 2 ദിവസം ബാംഗ്ലൂരിലേക്ക് പോയിരിക്കുകയാണ് റാം. ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത യാത്രയായതുകൊണ്ട് തന്നെ റാമിന് പോവാതിരിക്കാൻ കഴിഞ്ഞില്ല. ആരുവിനെ പലപ്പോഴും ഫോണിൽ വിളിക്കാറുണ്ടെങ്കിലും അവൾ എടുക്കാറില്ലായിരുന്നു. എത്രയും പെട്ടെന്ന് അവിടുത്തെ കാര്യങ്ങൾ ചെയ്തു തീർത്ത് ആരുവിൻ്റെ അടുത്തെത്താൻ അവൻ്റെ മനസ്സ് വെമ്പി. പലപ്പോഴും തന്നിലേക്ക് അന്ധമായ പ്രണയത്തോടെ കടന്നു വരുന്ന റാം അവളിൽ ഒരേ സമയം ദുഃഖവും സന്തോഷവുമാണ് നിറക്കുന്നതെന്ന് അവന്റെ അസാന്നിധ്യത്തിൽ അവൾ ഓർത്തു. പതിവ് പോലെ അച്ഛൻ്റെ ദേഹം തുടച്ച് വൃത്തിയാക്കാനായി വെള്ളവും തുണിയുമായി ആരും അയാൾക്ക് അടുത്തായിരുന്നു. അച്ഛ, ഉറങ്ങിയത് മതി. എന്തൊരു ഉറക്കായത്? അയാളെ തട്ടി വിളിച്ചുകൊണ്ട് ആരും പരിഭവത്തോടെ പറഞ്ഞു. തട്ടി വിളിച്ചിട്ട് അനങ്ങാതെ കിടക്കുന്ന അച്ഛനെ ആരും പകപ്പോടെ നോക്കി. അച്ഛ, തന്നെയും നോക്കാതെ കണ്ണുകൾ മുഴുവൻ പൂട്ടിക്കിടക്കുന്ന അയാളെ കണ്ട് അവളുടെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പിണർ കടന്നുപോയി. അച്ഛ! അയാളുടെ മരവിച്ച ശരീരം തന്റെ ദേഹത്തോട് അണച്ചു പിടിച്ചുകൊണ്ട് ആരും ആർത്തലച്ച് കരഞ്ഞു. ബിസിനസ് മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോഴും റാമിന്റെ മനസ്സ് കലുഷിതമായിരുന്നു. അരുതാത്ത എന്തോ സംഭവിക്കാൻ പോകുന്നൊരു തോന്നൽ റാമിൽ വന്ന് മൂടി. ആരുവിന്റെ അച്ഛൻ ഭാര്യയ്ക്കും മകൾക്കൊപ്പം ആ മണ്ണിൽ അന്ത്യവിശ്രമം കൊണ്ട് ചിത്ര കൂടി പോയപ്പോൾ ആ കുഞ്ഞു വീട്ടിൽ ആരും തനിച്ചായി. അന്ന് ആദ്യമായി തന്റെ വീടിന് വെളിയിൽ കാവൽ കിടന്നിരുന്ന റാമിന്റെ മുഖം ആരുവിന് ഓർമ്മ വന്നു. സത്യത്തിൽ ഇന്നലെ താൻ തനിച്ചായി പോയത്. ഒന്ന് ചേർത്ത് പിടിക്കാൻ നിനക്ക് ഞാനില്ലേ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ റാം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആരും ആഗ്രഹിച്ചു പോയി. മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള നൂൽപ്പാലത്തിലൂടെ ആരുവിന്റെ ചിന്തകൾ കടന്നുപോയി. ഒടുവിൽ അച്ഛനും അമ്മയ്ക്കും അമ്മാളുവിനൊപ്പം പോകാമെന്ന ചിന്തയിൽ ആ രാത്രി മരണത്തെ തേടി അവൾ അലഞ്ഞു. ആരുവിനെ കാണാത്ത 2 ദിനങ്ങൾ 2 യുഗങ്ങൾ പോലെ തോന്നി റാമിന്.
അവളെ കാണാനായി ഓടിപ്പടഞ്ഞു വരുമ്പോഴാണ് ആരുവിന്റെ അച്ഛന്റെ മരണവാർത്ത അവൻ അറിയുന്നത്. പെട്ടെന്ന് അവന്റെ നെഞ്ചിലൂടെ ആരുവിന്റെ മുഖം കടന്നുപോയി. ആരുവിനെ കാണാനായി അവളെ ചേർത്തണച്ചു പിടിക്കാനായി അവളുടെ വീട്ടിലേക്ക് അവൻ പാഞ്ഞു. പുറത്തുനിന്ന് വാതിൽ പൂട്ടിയിരിക്കുന്ന കണ്ട് റാമിന്റെ മനസ്സിൽ അകാരണമായ ഭയം ഉടലെടുത്തു. അവളെ തേടി തെരുവുകൾ തോറും ദിവസങ്ങളായി ഒരു ഭ്രാന്തനായി അവൻ അലഞ്ഞു നടന്നു. പക്ഷെ അവളെ കണ്ടെത്താൻ അവനായില്ല. തനിച്ചാക്കി പോയില്ലേ നീ? ഈ വേർപിരിയിൽ എനിക്ക് സഹിക്കാനാവുന്നില്ല പെണ്ണെ. സ്നേഹിച്ചില്ലെങ്കിലും എന്ന് നിന്നെ കണ്ടാൽ മതിയായിരുന്നല്ലോ ആരും എനിക്ക്. അവളുടെ പേര് പറഞ്ഞ് അവൻ പുലമ്പിക്കൊണ്ടിരുന്നു. ദിവസങ്ങൾ അവളെ തേടി അലഞ്ഞു. എന്നിട്ടും അവളെ കണ്ടെത്താനായില്ല. ഒടുവിൽ എന്നോ അവസാനിപ്പിച്ച മദ്യപാനമാണ് ഇന്ന് വീണ്ടും അവരെ നിയന്ത്രിക്കുന്ന പോലും. 2 വർഷങ്ങൾക്ക് ശേഷം അഭയതീരം എന്ന ആശ്രമത്തിലേക്ക് ചിത്ര തന്റെ ഉണ്ണിയേട്ടനെ ഒരു വയസ്സുകാരൻ കാശിക്കുമൊപ്പം വന്നിറങ്ങുമ്പോൾ ആരുവിനായി അവളുടെ മിഴികൾ അവിടെ ആകെ അലഞ്ഞു നടന്നു. ആശ്രമത്തിലെ അന്തേവാസികൾക്കൊപ്പം പുറത്തെ ആൽമരത്തിന്റെ ചുവട്ടിലിരിക്കുന്ന ആരുവിനെ കണ്ട് ചിത്ര തറഞ്ഞു നിന്നു. ആരു? ഇടർച്ചയോടെയുള്ള ചിത്രയുടെ സ്വരം കേട്ട് ആരു മുഖമുയർത്തി അവളെ നോക്കി. വർഷങ്ങൾക്ക് ശേഷം തന്റെ പ്രിയ കൂട്ടുകാരെ കണ്ട ആരുവിന്റെ മുഖം സന്തോഷത്താൽ തിളങ്ങി. ചിത്തു? അത്യധികം സ്നേഹത്തോടെ ആരു വിളിച്ചു. ഓ, മറന്നിട്ടില്ലല്ലേ? ഞാൻ വിചാരിച്ച് നാടും വീടൊക്കെ ഉപേക്ഷിച്ചു പോയ കൂട്ടത്തിൽ എന്നെയും മറന്നു കാണുന്നു. ചിത്രയുടെ വാക്കുകളുടെ മൂർച്ച ആരുവിന്റെ നെഞ്ചിൽ തന്നെ തറച്ചു. ക്ഷമിക്കടി, അച്ഛൻ കൂടെ പോയപ്പോൾ എനിക്ക് ആരില്ലെന്ന് തോന്നിപ്പോയി. മരിക്കാനായി ഇറങ്ങി പുറപ്പെട്ട് എന്നെ രക്ഷിച്ച് ഇവിടുത്തെ അന്തേവാസികൾക്കൊപ്പം കൂട്ടി പുതിയൊരു ജീവൻ നൽകിയ എൻ്റെ ദേവമ്മയാണ്. അഭയതീരം എന്ന ആശ്രമം നടത്തിക്കൊണ്ടുപോകുന്ന ദേവയാനി എന്ന എല്ലാവരുടെയും ദേവമ്മയാണ്. ക്ഷമിക്കടി എന്നോട്. നിറകണ്ണുകളോട് ചിത്രയെ നോക്കി ദയനീയമായി ആരു പറഞ്ഞു. ആരുവിനെ തന്നെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ചിത്രയും വിതുമ്പി. അപ്പോഴാണ് അമ്മ എന്ന് കൊഞ്ചലോട് വിളിച്ചുകൊണ്ട് ചിത്രയുടെ കാശിക്കുട്ടൻ ഓടി വന്ന്. എൻ്റെ മോന കാശി, കുഞ്ഞിനെ നോക്കി ചിരിയോടെ പറഞ്ഞ ചിത്ര. അത് കേൾക്കേണ്ട താമസം കുഞ്ഞിനെ എടുത്ത് അവൻ്റെ മുഖത്ത് തുരിതരാവ് ഉമ്മവിച്ചു ആരു. ഉണ്ണിയേട്ടൻ്റെ ഒരു സുഹൃത്താ പറഞ്ഞ് നീ ഇവിടെ ഉണ്ടെന്ന്. ആരു, നീ ഒരുപാട് മാറിപ്പോയി. പഴയ ആരുകളിൽ നിനക്ക് ഒരുപാട് മാറ്റം വന്ന പോലെ. അവളുടെ കണ്ണുകളിലായി സ്ഥാനം പിടിച്ചിരുന്ന വലിയ കണ്ണട നോക്കി ചിത്ര പറഞ്ഞു. എൻ്റെ മനസ്സിപ്പോൾ ശാന്തമാണ് ചിത്തു. ആരോടും ദേഷ്യമില്ല, വാശിയില്ല, എല്ലാവരോടും സ്നേഹം മാത്രം. ശാന്തമായി ഒഴുകുന്നൊരു പുഴ പോലെയാണ് നിന്റെ മനസ്സ്. ദൂരേക്ക് മിഴികൾ പായിച്ചുകൊണ്ട് ആരു പറഞ്ഞു. നീ ഇതുവരെയായിട്ട് റാമിനെ കുറിച്ച് ചോദിച്ചില്ലല്ലോ ആരു. നിനക്കറിയണ്ടേ റാമിനെ കുറിച്ച്? ഒരു നിമിഷം അവിടെ നീണ്ടുന്ന നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ചിത്ര പറഞ്ഞു. റാമിന്റെ പേര് വീണ്ടും കേട്ടപ്പോൾ എന്തിനെന്നറിയാതെ ആരുവിലൊരു പിടച്ചിലുണ്ടായി. ഇനിയെങ്കിലും നിനക്ക് അയാളോട് ക്ഷമിച്ചുകൂടെ ആരു? ഞാൻ പറഞ്ഞല്ലോ ചിത്തു, ഇന്ന് എൻ്റെ മനസ്സിൽ റാമിനോടൊന്നല്ല ആരോടും ഒരു ദേഷ്യമോ പകയോ ഇല്ല. ഒരിക്കൽ ഞാൻ അയാളെ വെറുത്തിരുന്നു എന്നത് സത്യമാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഞാൻ അയാളെ സ്നേഹിച്ചു പോയി. എവിടെയായിരുന്നാലും ആർക്കൊപ്പമായിരുന്നാലും സന്തോഷം മാത്രം ഉണ്ടാവട്ടെ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. നിനക്ക് തോന്നുന്നുണ്ട് ആരു നീലാ നിന്റെ റാം സന്തോഷവാനാണെന്ന്? ചിത്ര പറഞ്ഞ് എന്താണെന്ന് മനസ്സിലാവാതെ ആരും അവൾ ഉറ്റുനോക്കി നിന്നു. നീ പോയതി പിന്നെ നിനക്ക് വേണ്ടി ഒരു ഭ്രാന്തനെ പോലെ അലയുകയായിരുന്നു അയാൾ. എല്ലാം നശിച്ചടി. അയാൾക്ക് ഇന്നും ഒന്നുമില്ല. വീടൊഴിച്ച് ബാക്കിയുള്ള അച്ഛൻ്റെ പേരിൽ റാം എഴുതി കൊടുത്തു. അയാൾ ശില്പയെ വിവാഹം ചെയ്തു. രാധികാമ്മയെ ഞാൻ ഉണ്ണിയേട്ടനെ ഒരുപാട് തേടിയെങ്കിലും കണ്ടെത്താനായില്ല. നീ കൂടി പോയപ്പോൾ അയാൾ ആകെ തകർന്നു. ആരും ഇല്ലടി റാമിന്. നീ ലോകത്തിൻ്റെ ഏത് കോണിലായിരുന്നെങ്കിലും റാം നിന്നെ കണ്ടെത്തുമായിരുന്നു. പക്ഷേ പറഞ്ഞു പൂർത്തിയാക്കാനാവാ ചിത്ര വിതുമ്പി. പക്ഷേ റാമിനെന്ത് പറ്റിയിട്ടു? ഭയത്തോടെ ചിത്രയെ പിടിച്ച് കുലുക്കിക്കൊണ്ട് ആരും ചോദിച്ചു. നിന്നെ തേടി ഭ്രാന്തെടുത്ത് നടന്ന ഒരു ദിവസം അമിത വേഗത്തിൽ വന്നൊരു കാർ റാമിനെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ആ ആക്സിഡന്റിൽ റാമിന് നഷ്ടപ്പെട്ടത് അവന്റെ കാലുകളായിരുന്നു. നോ! കേൾക്കാൻ പാടില്ലാത്ത എന്തോ കേട്ട പോലെ ആരും അലറിക്കരഞ്ഞു. ചിത്തു, എന്റെ റാം, ഞാൻ കാരണം കാല് പിടിച്ച് മാപ്പറിന് ക്ഷമിക്കാൻ തോന്നിയില്ലല്ലോ ദൈവമേ. എനിക്ക് എവിടെയായിരുന്നാലും സന്തോഷത്തോടെ ഇരിക്കണമെന്ന് കേട്ടാൽ മതിയായിരുന്നല്ലോ. എനിക്ക് വീണ്ടും വീണ്ടും എന്നെ കരയിപ്പിക്കുകയാണോ ദൈവം? സങ്കടങ്ങൾ വീണ്ടും ആരുവിന്റെ ജീവിതത്തിൽ ഒന്നിനു പിറകെ ഒന്നായി വിരുന്നു വന്നു. ചിത്രയുടെ നെഞ്ചിൽ കിടന്ന് ഉറക്കെ കരഞ്ഞു ആരു. ചിത്ര അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. എനിക്ക് കാണേണ്ട എൻ്റെ റാമിനെ കൊണ്ടുപോ ചിത്തു എന്നെ. ആൾ നോക്കി കേണുകൊണ്ട് ആരും പറഞ്ഞു. ഉണ്ണിയും ചിത്രയും മുഖത്തോട് മുഖം നോക്കി ആശ്വാസത്തോടെ ചിരിച്ചു. എനിക്കറിയായിരുന്നു ആരു, നിന്റെ മനസ്സിൽ റാമുണ്ടെന്നും നീ കൂടെ വരുന്നു. ആരുവിന് യാത്ര ചോദിക്കാൻ ദയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സന്തോഷത്തോടെ ചിത്രക്ക് ഉണ്ണിക്കൊപ്പം അവളെ അവർ യാത്രയാക്കി. ആദ്യമായി ആരു റാമിന്റെ വീടിന്റെ പടികൾ ചവിട്ടുമ്പോൾ അവളുടെ ഹൃദയം അകാരണമായി മിടിക്കാൻ തുടങ്ങി. അകത്ത് മുറിയിൽ വീൽ ചെയറിലായി പുറംതിരിഞ്ഞിരിക്കുന്ന റാമിനെ കാണെ ആരുവിൽ അതുവരെ അടക്കി വെച്ചിരുന്ന കണ്ണുനീർ ചാലിട്ടൊഴുകി. റാം. വർഷങ്ങൾക്കിപ്പുറം വീണ്ടും തന്റെ ആരുവിന്റെ സ്വരം കാതിലായി പതിച്ചതും റാം തിരിഞ്ഞു നോക്കി. ആരു. കൺമുമ്പിൽ തന്നെ നോക്കി കണ്ണുനീർ പൊഴിക്കുന്ന ആരുവിനെ കണ്ട റാമിന്റെ ഹൃദയം ഇപ്പോൾ നിലച്ചു പോകുമെന്ന് തോന്നി. കാണാൻ കൊതിച്ച മുഖം വീണ്ടും ഒരു കയ്യകലത്തിൽ തനിക്കുമ്പിൽ നിന്നിട്ടും ഓടിയെടുക്കാൻ കഴിയാത്ത നിർജീവമായ തന്റെ കാലുകളിലേക്ക് നോക്കി റാം. കണ്ണുകൾ കുഴിഞ്ഞ് താടി മുഴി നീട്ടി വളർത്തിയ അവന്റെ ആ കോലത്തെ വേദനയോടെയാണ് അവൾ നോക്കി നിന്നത്. വീൽ ചെയർ ഉരുട്ടി തനിക്ക് മുന്നിലേക്ക് പാഞ്ഞെടുക്കാൻ ശ്രമിക്കുന്ന റാമിനെ തടഞ്ഞുകൊണ്ട് ആരും അവനടുത്തേക്ക് ഓടി.
ശേഷം നിലത്തായി മുട്ടൂത്തിരുന്ന് അവനെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചിരുന്നു. അവരുടെ സമാഗമത്തിനായി വീണ്ടും ഒരു മഴ കൂടി തകർത്ത് പെയ്തു. അന്ന് പെയ്ത പോലൊരു മഴ. മഴയോടൊപ്പം അവരുടെ കരച്ചിലും പേമാരി പോലെ പെയ്തിറങ്ങി. ആരു, എവിടെയായിരുന്നു പെണ്ണെ നീ? എന്നെ ഇട്ടിട്ട് എന്തിനാടി നീ പോയത്? പണ്ട് നീ പറഞ്ഞ പോലെ ചെയ്ത തെറ്റിനൊക്കെയും കാലം എനിക്ക് ശിക്ഷ തന്നു. ഇനിയെങ്കിലും എന്നോടൊന്ന് ക്ഷമിക്കൂ ആരു. വീങ്ങിപ്പൊട്ടിക്കൊണ്ട് റാം ചോദിച്ചു. അരുത് റാം, ഞാനല്ലേ നിങ്ങളോട് ക്ഷമ പറയേണ്ടത്? നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാതെ ഞാനല്ലേ നിങ്ങളെ ഉപേക്ഷിച്ചു പോയത്? ഞാൻ കാരണമല്ലേ എൻ്റെ റാമിൻ്റെ കാലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ടത്? ക്ഷമിക്ക റാം ഈ പാപിയോട്. അവനെ നോക്കി അവൾ കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു. അരുത്, ഇനി ഒരിക്കലും ഈ കണ്ണുകൾ നിറയുന്ന എനിക്ക് സഹിക്കില്ല. എന്നെ ഉപേക്ഷിച്ച് പോവാണ്ടിരുന്നാൽ മാത്രം മതി. നീയല്ലാതെ വേറെ ആരുമില്ലടി എനിക്ക്. അവളുടെ മുഖം കൈക്കൊമ്പിലെടുത്തുകൊണ്ട് അവിടമായ ചുംബനങ്ങൾ കൊണ്ട് മൂടിയവൻ. അവന് നെഞ്ചിന്റെ ചൂടിൽ ആരു ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പതുങ്ങിക്കിടന്നു. ഇനി എൻ്റെ റാമിനെ ഉപേക്ഷിച്ച് ഞാൻ എങ്ങും പോയില്ല, പോരെ? അവന്റെ കവിളിലൊന്ന് തലോടിക്കൊണ്ട് ആര് ചോദിച്ചു. മതി, അത് മാത്രം മതി. സന്തോഷത്തോടെ അവനും പറഞ്ഞു. ഇനി ഒരിക്കലും തന്നിലേക്ക് വന്നു ചേരില്ലെന്ന് കരുതിയവൾ വീണ്ടും തന്നിലേക്ക് തന്നെ വന്നണഞ്ഞപ്പോൾ ലോകം പിടിച്ചടക്കിയ സന്തോഷമായിരുന്നു റാമിന്. ചലനശേഷിയില്ലാത്ത അവന്റെ കാലുകളിൽ അവളൊന്ന് തലോടി. ഈ കാലുകൾക്ക് പകരമായി ഇനി എൻ്റെ കാലുകൾ ചലിക്കും റാം, നിനക്കായി. പ്രണയത്തോടെ അവനെ നെറ്റിൽ ചുണ്ടമർത്തിക്കൊണ്ട് അവൾ പറഞ്ഞു. അച്ഛൻ്റെയും അമ്മാളുവിനെയും കുഴിമാടത്തിനു മുമ്പിൽ നിൽക്കുമ്പോൾ ആരുവിൻ്റെയും റാമിൻ്റെയും മനസ്സ് ശാന്തമായിരുന്നു. റാമിൻ്റെ കൈകൾക്ക് മേൽ ആരു തൻ്റെ കൈകൾ ചേർത്ത് വെച്ചു. ഞാൻ ഒറ്റക്കല്ല അച്ഛ. അച്ഛൻ ആഗ്രഹിച്ച പോലെ എൻ്റെ റാമിൻ്റെ കൂടെ ഞാൻ എന്നും സന്തോഷവതിയായിരിക്കും. നിശബ്ദമായ അച്ഛനെ നോക്കി ആരും ഒഴിഞ്ഞു. അതേസമയം തന്നെ അതുവഴി വന്ന കാറ്റ് അവരിരുവരെയും സ്നേഹത്തോടെ തഴുകി തലോടി കടന്നുപോയി. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.